നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന് ട്രംപ് അവകാശപ്പെടുന്നു. എന്താണ് അതിന് പുറകില്? ട്രംപ് ഇന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ട്രംപ് അവതാരക ചോദിച്ചു ട്രംപിനോട്, താങ്കളുടെ ശബ്ദം ഭയങ്കര ഇടറിയിരിക്കുന്നല്ലോ, സംസാരിക്കാൻ പോലും സാധിക്കുന്നില്ല, എന്താണ് അതിന് പുറകിൽ കാരണം? ട്രംപ് പറയുകയാണ്, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ അലറുകയായിരുന്നു. ആരോട്? ഇറാനികളോട്, ഇറാന്റെ IRGC നേതാക്കന്മാരോട് ഞാൻ അലറി വിളിക്കുകയായിരുന്നു. എന്താണ് ട്രംപ് അലറിയത്? ട്രംപ് പറഞ്ഞു വേറൊന്നുമല്ല, ഒരുമിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ സാധനം ഉണ്ടാക്കാം. ഫ്രാങ്ക്ലിൻ, നല്ല ഡോളറാണ്, $100 വിലയുണ്ട്. ഒരുമിച്ച് നിന്നാൽ നമുക്ക് രണ്ടുപേരും കാശുണ്ടാക്കാം. വേറെ ഒന്നുമില്ല ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർ ചോദിച്ചു, എങ്ങനെ കാശുണ്ടാക്കാം? ട്രംപ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ മറ്റേ അസീം മുനീറിനെ, എൻ്റെ അടിമ, അവൻ ഞാൻ അങ്ങോട്ട് വിടാം, ഒരു പെട്ടി മുഴുവൻ ഈ കാശുമായിട്ട്. ഓക്കെ, ഞാൻ അവന് 500 മില്യൺ കൊടുക്കുന്നുണ്ട്. അവൻ എൻ്റെ അറിവിൽ അവനൊരു തരികടയാണ്. അവർ 10% മാറ്റിയിട്ട്, 500 മില്യൺ കൊടുത്താൽ ഒരു 10 മില്യൺ മാറ്റി, ഒരു 10% എന്ന് പറയുന്നത് 50 മില്യൺ, അത് മാറ്റിയിട്ട് ഒരു 450 മില്യൺ നിങ്ങൾക്ക് തരും. അതിൽ നിന്ന് ഒരു 10% അടിച്ചു മാറ്റും. എന്നാലും കുഴപ്പമില്ല, പോട്ടെ, അടിമയല്ലേ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ കാശുണ്ടാക്കാം. എന്താണ് സംഭവിക്കുന്നത്? സത്യം പറഞ്ഞ എൻ്റെ പൊന്നു സുഹൃത്ത്, ഞാൻ മുമ്പ് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം, ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, യുദ്ധത്തിന്റെ ഗതി നിശ്ചയിക്കുന്നത് നാട്ടിലിരുന്നു കൊണ്ട് വിളിച്ചു പറയുന്ന ഉണ്ണിയേട്ടനോ അല്ലെങ്കിൽ വേറെ ആരുമല്ല. ഗതി നിശ്ചയിക്കുന്നത് ഇവനാണ്. ഇവന്റെ പോക്ക് എവിടേക്കാണ്, ആരുടെ പോക്കറ്റിലേക്കാണ് ഇത് പോകുന്നത്, മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും ഞാൻ ഈ ചാനൽ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഇതിന്റെ ഒരു ഗതിവിധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. ഈ യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞ ഉണ്ണിയേട്ടൻ പോലും ഇതിനു വേണ്ടിയാ. അദ്ദേഹം കുറ്റം പറഞ്ഞ കാര്യമില്ല, കാരണം അദ്ദേഹത്തിന് കുടുംബം നടത്തണ്ടേ. അതായത് അമേരിക്ക നശിച്ചു, അമേരിക്ക തകർന്നു, ബൂർഷ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ, അതായത് യൂട്യൂബിലെ ഈ കിട്ടുന്ന വരുമാനത്തിന് വേണ്ടിയാണ് ഉണ്ണിയേട്ടൻ പോലും കിടന്ന് അലറി വിളിക്കുന്നത്. മനസ്സിലാക്കാത്ത സുഹൃത്തുക്കളെ, എന്താ ഞാൻ പറയാ, ഞാൻ പറഞ്ഞിരിക്കുന്നു വീണ്ടും, യുദ്ധത്തിന്റെ ഗതി നിശ്ചയിച്ചിരിക്കുന്നത് ഡോളർ എവിടേക്ക് മുൻതര. ഇന്നത്തെ ഒരു അനുഭവം പറയാം. എനിക്കൊരു റീറ്റെയിൽ കടയുണ്ട്, ലിക്കർ സ്റ്റോർ ഉണ്ട് അമേരിക്കയിൽ, ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഞാൻ ഇന്ന് കടയിൽ വെള്ളിയാഴ്ചയാണ്, ജോലി കഴിഞ്ഞപ്പോൾ ഞാൻ 5 മണിയായപ്പോൾ കടയിൽ പോയപ്പോൾ എൻ്റെ സ്ഥിരം ഒരു കസ്റ്റമർ ഉണ്ട്, ജാക്ക് എന്നാണ് പേര്, ഒരു വെള്ളക്കാരൻ, ഒരു 65 വയസ്സുണ്ട്. അദ്ദേഹം ഒരു മീഡിയ കമ്പനിയാണ്, ഈ പറയുന്ന പ്രിന്റിയ, അങ്ങനെ നല്ല കമ്പനിയാണ്. അപ്പൊ അദ്ദേഹം എന്ന് വന്നു. അപ്പൊ ജാക്ക് എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്ന്, എന്നോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് ജാക്ക് താങ്കൾ വളരെ സന്തോഷവാൻ, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ? അദ്ദേഹം പറയുകയാണ്, മിഥുൻ, എൻ്റെ ബിസിനസ് ഗംഭീരമായി പോകുന്നു. എൻ്റെ പോർട്ട്ഫോളിയോ, അതായത് ഓഹരി നിക്ഷേപം കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് $85,000, 85,000 എന്ന് പറഞ്ഞാൽ ഏകദേശം $60 ലക്ഷം ഉണ്ടാക്കി പ്രോഫിറ്റ്. അപ്പം എനിക്കറിയാം, ഞാനും നിങ്ങളൊക്കെ അറിയാമായിരിക്കും, അത്യാവശ്യം ഓഹരി നിക്ഷേപനെ കുറിച്ചൊക്കെ പരാമർശിക്കാറുണ്ട്. ഞാൻ വീണ്ടും ഒരു വീഡിയോ തുടങ്ങാം അതിനെപ്പറ്റി വ്യക്തമാക്കിയിട്ട്. എനിക്കറിയാം, ശരിയാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. ട്രംപിനെ കിട്ടിയാൽ ഒന്ന് മുത്തം വെക്കണം. സത്യം പറഞ്ഞാൽ അമേരിക്കയിലെ 40% ആളുകളുടെ മനസ്സിൽ ഈ ചിന്താഗതിയാണ്, ട്രംപിനെ കിട്ടിയാൽ ഒന്ന് ഉമ്മ വെക്കണം, മുത്തം കൊടുക്കണം. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അമേരിക്കൻസിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രംപിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തെരുവിൽ നിന്ന് പ്ലക്കാർഡ് പിടിക്കുന്നവർക്ക് സംഭവം, ഞാനും നിങ്ങളൊന്നും വിചാരിച്ച ലോകം നന്നാവാൻ പോയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, നമുക്ക് ഈ ഒഴുക്കിലെത്തി നീന്തുക എന്നല്ലാതെ ഞാനൊന്നും വിചാരിച്ച ലോകം നന്നാക്കാൻ പറ്റില്ല. അതൊക്കെ ആരൊക്കെയോ തീരുമാനിക്കുന്നു. അമേരിക്ക ഹാസ് എ പ്ലാൻ എന്ന് പറഞ്ഞ, ഈ രാജ്യത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ നടപ്പിലാക്കാൻ ഒരു രാജാവ് വേണം. ബോൾസ്, അതായത് കരുത്തനായ രാജാവ് ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിനും മുന്നേറാം. ഇന്ത്യ, ശ്രീമാൻ നരേന്ദ്രമോദി തരക്കേടില്ല, അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. 40 മിനിറ്റാണ് ഇരുവരും ഫോണിൽ സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ 2 ദിവസം മുമ്പ്. ട്രംപ് വിളിച്ചു പറഞ്ഞു, ഹരേ മോഡി, തു മേരാ ദോസ്ത് എന്ന് പറഞ്ഞ, ഞാൻ നിന്റെ, നമ്മൾ ഫ്രണ്ട്സ് ആണ്, തു ഡർനേകാ നഹിയേ, നീ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ ഈ പണി മുഴുവൻ എടുക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയാണ്, നിനക്കെതിരെ അല്ല. അപ്പൊ മോഡിജി പറഞ്ഞു, ഇവിടെ LPG പ്രശ്നമുണ്ട്, ഡീസൽ കിട്ടുന്നില്ല, പെട്രോൾ കിട്ടുന്നില്ല. രാഹുൽജി പറയുന്നുണ്ട് പാത്രം കൊട്ടണം എന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിന്റെ കാശുണ്ടോ? ആ കാശുണ്ട്. കാശുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, നിന്റെ ടാങ്കറുകളൊക്കെ ഇപ്പൊ തന്നെ US അയക്കൂ. ഓക്കെ, നമുക്ക് സംസാരിക്കാം. പൈസ നീ കൊടുക്കുന്ന ആ ഒരു സെയിം തുക റഷ്യക്ക് കൊടുക്കുന്ന അതേ വിലക്ക് ഞാൻ നിനക്ക് എണ്ണ തരാം, പോരെ? മോഡിജി പറഞ്ഞു, ശരിയാണോ? നിന്റെ നാട്ടിൽ
എണ്ണയ്ക്കും കുഴപ്പമുണ്ടാവില്ല, LPGക്കും കുഴപ്പമുണ്ടാവില്ല, ഞാൻ തരും. ഇതാണ് സംസാരിച്ചിരിക്കുന്നത്. അതായത് പരസ്പരം കൈകോർക്കല്. ഒരുപാട് പേര് നാട്ടിലിരുന്ന് പറയുമായിരിക്കും ഇന്ത്യ അമേരിക്ക അടി, ട്രംപ് അടി പിടി. ട്രംപ് എന്ന് പറയുന്ന വ്യാപാരിയാണ്. ഇന്ത്യ ഇസ് എ കൺസ്യൂമർ രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. കാരണം നമുക്ക് അവസരമില്ല, നമുക്ക് ഇമ്പോർട്ട് ചെയ്താൽ പറ്റുമോ? അമേരിക്കയാണെന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപം അല്ലെങ്കിൽ എണ്ണ കൈകാര്യം ചെയ്യുന്ന രാജ്യം. അവർക്കേ ഉള്ളൂ റിസർവ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് കോമൺ സെൻസും കൊണ്ട് മനസ്സിലാക്കിയാൽ ഇന്ത്യ അമേരിക്കയും ഒരുമിച്ച് പോകില്ലേ? കാരണം അമേരിക്ക ഒരിക്കലും ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പോകില്ല. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മണി. ഇന്ത്യയുടെ കയ്യിൽ പണമുണ്ട്, എണ്ണ വാങ്ങണം, എണ്ണ വേണം. അമേരിക്കയുടെ കയ്യിൽ എണ്ണയുണ്ട്. അപ്പോൾ വിൽക്കൽ വാങ്ങൽ. ഇവിടെ ഈ പറയുന്ന ഫ്രണ്ട് സർക്കിളും ചെസ് ആണ്. ഇത് ചെസ്. ഓയിൽ ഈസ് ദ കിങ് എന്ന് പറയുന്നത് എണ്ണയാണ് രാജാവ്. അവനാണ് തീരുമാനിക്കുന്നത്. ഈ പറയുന്ന എല്ലാം കൂട്ടി ചേർക്കുന്നത് എണ്ണയാണ്. ഈ പണി വന്നിരിക്കുന്നത് ഇറാനെതിരെയുള്ള പണിയൊന്നുമല്ല. അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചൈന എന്ന് പറയുന്ന രാജ്യം, അതായത് അൺകൺവെൻഷണൽ വേ കൂടെ, അതായത് സുതാര്യമല്ലാത്ത രീതിയിൽ കൂടെ അമേരിക്കയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഫെറ്റനൈൽ, അത് ഈ പറയുന്ന ഒരുപാട് അമേരിക്കയിലെ കുട്ടികൾ ഇല്ലാതാക്കാൻ വേണ്ടി ഫെറ്റനൈൽ കൊണ്ടുവരുന്നു, ഡ്രഗ്സ് കൊണ്ടുവരുന്നു, പേറ്റന്റ് ഇല്ലാതാക്കുന്നു. അതിന് ട്രംപ് കൊടുത്തൊരു പണിയാണ് ഇത്. ആദ്യം ഏറ്റവും കൂടുതൽ ഒരുപാട് പേര് പറയായിരിക്കും ചൈനയ്ക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കിട്ടുന്നുണ്ടോ എന്ന്. എടോ, ഇതെല്ലാം എന്ന് പറയുന്നത് ഗെയിമാണ്. റഷ്യ ആയിരുന്നു ഏറ്റവും വലിയ എക്സ്പോർട്ടർ ടു ചൈന. റഷ്യ എന്ത് ചെയ്തു? പൈസ അങ്ങനെ ഐസടം കയറ്റി വെച്ചു. റഷ്യ പറഞ്ഞു, കുറെ നാളുകളായി നീ എൻ്റേത് വാങ്ങുന്നു. കുറച്ചങ്ങ് കൂട്ടി വെച്ചു കൊടുത്തപ്പോൾ ഇറാനിലേക്കായി ആരുടെ നോട്ടം? ഇവരുടെ നോട്ടം. ചൈന ഇറാനിലേക്കും മഡൂറോ മറ്റേ വെനസ്വേലയിലേക്കും തിരിഞ്ഞപ്പോൾ റഷ്യ പറഞ്ഞു, ട്രംപിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ഈ ചൈന എൻ്റെ നിന്ന് വാങ്ങാതെ പോയിരിക്കുകയാണ് ഇറാനിലേക്കും വെനസ്വേലയിലേക്കും, നീ ഒരു പണി കൊടുക്ക്. ഇത് ചൈനയ്ക്കുള്ള പണിയാണ്. അമേരിക്ക ഒരിക്കലും റഷ്യക്കെതിരെയും, റഷ്യയിലാണ് വെച്ചിരുന്ന യൂറോപ്യൻ നേതാക്കന്മാർക്ക് പണി കൊടുക്കാനാണ്. റഷ്യക്കെതിരെയും ഇന്ത്യക്കെതിരെയും പണിയത്തില്ല അമേരിക്ക. ബോൾ ഗെയിം ചൈനയെ ഇല്ലാതാക്കാൻ. ഈ പറയുന്ന 97% ഇറാനിയൻ എണ്ണ പോകുന്നത് എവിടേക്കാണ്? ചൈനയിലേക്കാണ് പോകുന്നത്. ആ പറയുന്ന സോഴ്സ് അങ്ങ് അടച്ചു വിട്ടി. വല്ലാത്തൊരു ധൈര്യമാണ്. കാരണം ഇറാന്റെ ആയുധ ശേഖരം തന്നെ ഒരുപാട് തീർത്തു പറഞ്ഞു. ആദ്യം ബോംബിട്ട് ഒരു പരിധി വരെ ഇല്ലാതാക്കി. അതിനുശേഷം ബ്ലോക്കേഡ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടി, അതായത് ബ്ലോക്ക് ചെയ്യുക പൂർണ്ണമായിട്ടും. ഒരു എണ്ണ ടാങ്കറുകൾക്ക് വരാൻ സാധിക്കില്ല, പോകാനും സാധിക്കില്ല. അത് വല്ലാത്തൊരു കളിയാണ്. ഇറ്റ്സ് എ വെരി ഞാൻ എതിരാണോ എന്ന് ചോദിച്ചാൽ എതിരാണ്. പക്ഷെ എനിക്ക് അനുകൂലിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ്. ആരുടെ കയ്യിലാണ് പണമുള്ളത് അവർ അംഗീകരിച്ചേ പറ്റൂ. കാരണം വേറെ നിവൃത്തിയില്ല. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. ഇനിയിപ്പോ ഹോർമൂസ് അടച്ചപ്പോൾ എന്ത് സംഭവിച്ചു? 20% എണ്ണ വിതരണം ഇല്ലാണ്ടായി പോയി. 100 കണക്കിന് ടാങ്കറുകൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ് അല്ലേ ഹോർമൂസിൽ കൂടെ. അപ്പോൾ യൂറോപ്പും ഏഷ്യയിലും ഭീതിയിലായി. എണ്ണ വില കുത്തനെ ഉയർന്നപ്പോൾ ടാങ്കറുകൾ എങ്ങോട്ട് പോയി? അമേരിക്കയിലേക്ക് പോയി. ഉണ്ണിയേട്ടൻ പറഞ്ഞു തരില്ല മക്കളെ എന്നും. കാരണം ഉണ്ണിയേട്ടന് ഇതൊന്നും അല്ല വേണ്ടത്. ഉണ്ണിയേട്ടന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ആളിന്ന് വോട്ട് വാങ്ങും, അല്ലെങ്കിൽ കുറെ ആളുടെ പൈസ വാങ്ങുക. ഉണ്ണി ബാലകൃഷ്ണൻ ഇത് പറഞ്ഞത് ഹോർമൂസ് അടച്ചാൽ ഡോളർ അമേരിക്കയ്ക്ക് കിട്ടും. അതിന്റെ തെളിവാണ് എന്റെ പോർട്ട്ഫോളിയോ പോലും. അമേരിക്കയിൽ ശരാശരി ഓഹരി നിക്ഷേപമുള്ള ഏതൊരു വ്യക്തിയും പറയുക, അമേരിക്കയുടെ പെട്രോ ഡോളർ അമേരിക്കൻ കമ്പനികൾ കുതിച്ചിരിക്കുകയാണ്. എൻവിഡിയ എന്ന് പറയുന്ന കമ്പനി 2 ആഴ്ച മുമ്പ് $165 ആയിരുന്നു അതിന്റെ ഓഹരി. വാങ്ങിച്ചവർ ഇന്ന് മില്യൺസ് ഉണ്ടാക്കി. അതാണ് ഞാൻ പറയുന്നത്. യുദ്ധം ജയിക്കുന്നത് അമേരിക്ക. ഒരുപാട് പേര് അമേരിക്ക ഗൾഫ് ഒളിച്ചോടി. അമേരിക്കയ്ക്ക് ഗൾഫും ഒന്നും വേണ്ട എന്റെ മക്കളെ. ആകെ $5 ബില്യൺ എങ്ങാണ്ടാണ് ആരോ കൊടുക്കുന്നു അവിടെ. അമേരിക്ക ഗൾഫും വേണ്ട, ഒന്നും വേണ്ട. അമേരിക്ക ഇതുണ്ട്, മറ്റേ സാറ്റലൈറ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാല് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കൻ പെട്രോൾ ഡോളർ, അതായത് പെട്രോളിന്റെ ഈ പറഞ്ഞ വിനിമയം നടക്കുന്ന ഡോളറിന്റെ ശക്തി ആർജിച്ചിരിക്കുകയാണ്. ഇതാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ചൈനയെ തകർക്കാൻ ശ്രമിക്കുന്ന ട്രംപ് ഒരു പരിധി വിജയിച്ചു നമുക്ക് അവകാശപ്പെടാം.